കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താണ് പേര്? ഐശ്വര്യലക്ഷ്മി. ഇലവദേശം കൊട്ടാരത്തിലെ രാജകുടുംബാംഗമാണ് അല്ലേ? അതെ. ഈ നിൽക്കുന്ന ശിവദാസനെ എത്ര നാളായിട്ട് അറിയാം? 26 വർഷങ്ങളായി അറിയാം. ബഹുമാനപ്പെട്ട കോടതി, ഈ നിൽക്കുന്ന ഐശ്വര്യലക്ഷ്മി എന്ന രാജകുടുംബാംഗത്തിന് എന്റെ കക്ഷി ശിവദാസനെ കഴിഞ്ഞ 24 വർഷമായി അടുത്തറിയാം. അതായത് ജനിച്ച നാളു മുതൽ കൊട്ടാരത്തിലെ വിശ്വസ്തനായ ശിവദാസനെ ഐശ്വര്യലക്ഷ്മിക്ക് നല്ല ബോധ്യമുള്ളതാണെന്ന്. ഇത്രയും സ്നേഹനിധിയും വിശ്വസ്തനുമായ ശിവദാസനെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകിയായി സംശയിച്ചത് തന്നെ പൊറുക്കാനാകാത്ത, ഒരിക്കലും നീതീകരിക്കാനാകാത്ത തെറ്റായി ഐശ്വര്യലക്ഷ്മി കാണുന്നു. ഇലവദേശം കൊട്ടാരവുമായി എന്റെ കക്ഷിയായ ഈ നിൽക്കുന്ന ശിവദാസനുള്ള ബന്ധം അത്രയും ദൃഢവും വിശ്വാസതയുള്ളതുമാണ്. ഐശ്വര്യലക്ഷ്മി, ശിവദാസൻ കൊട്ടാരവുമായി അത്രയ്ക്ക് അടുപ്പം പുലർത്തിയിരുന്നു അല്ലേ? അതെ. ശിവദാസന്റെ സ്വഭാവം എങ്ങനെയാ? ഇയാള് ചതിയനാ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച തമ്പുരാനെയും തമ്പുരാട്ടിയും കൊന്നൊടുക്കിയ നീചനാ ഇയാള്. ഇത് കോടതിയാണ്. കോടതിയിൽ അസത്യം വിളിച്ചു പറയുന്നത് ശിക്ഷാർഹമാണ്. കോടതിയില് അസത്യം വിളിച്ച് പറഞ്ഞാലല്ലേ അത് കുറ്റമാവുന്നുള്ളൂ. സത്യം പറയാലോ. അതോ അതിനും വിലക്കുണ്ടോ? എന്തെങ്കിലും ചെറിയ പിണക്കത്തിന്റെ പേരിൽ ഒരു മനുഷ്യൻ ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതിൽ തകർന്നു പോകുന്നത് ഒരാളുടെ ജീവിതമാണെന്ന് ഓർക്കണം. ഈ നിൽക്കുന്ന ശിവദാസന് പലതവണ കൊട്ടാരത്തിൽ നിന്നും താക്കീത് കൊടുത്ത ആളാ. തമ്പുരാനെ ഇതിനു മുമ്പും ഇയാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ കൊട്ടാരത്തിൽ നിന്നും പലതവണ പുറത്താക്കിയിട്ടുണ്ട്. അയ്യോ സാർ,